കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹവാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്ക് ഒരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, വളരെ ഉറക്കെ പറയണേ, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. Tu hai scelto i tre apostoli per portare con te. Hai scelto Pietro, hai scelto Giovanni, hai scelto Giacomo, tre testimoni. Hai scelto perché vedano la tua gloria. Ti sei dimostrato davanti a loro un Dio forte, Dio potente. ഹോസ്റ്റ് തന്നെത്താനെ ഇല്യൂമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുക, ഇന്ന് 13-ാം തീയതിയാണ്, മാർച്ച് 2025. കളർ ഇപ്പോൾ പോയി. Che adorano gli angeli, che adora tutto il mondo di al di là, ma anche ogni cristiano che crede, vive e pratica la sua fede. Tu ci guardi, ci porti con te su questo Monte Sant'Angelo. Wow. Monte Oh Lord, Yeshua, Yeshua, Yeshua. E anche qui I see you, Lord. per noi un testimone, l'arcangelo Michele, il tuo principe dei tuoi eserciti, degli eserciti degli angeli. Attraverso lui ci fai sentire anche la tua voce. Ritornate perché io sono misericordioso, sono pietoso, sono un Dio lento all'ira e ricco di misericordia. In questo monte continui a perdonare i peccati umani, continui a dare la grazia di ricominciare, di ripartire. L'incontro con te cambia la vita ciascuno di noi, cambia la nostra paura in una certezza della tua presenza, cambia la nostra impossibilità nella tua grazia, cambia la nostra vita. പ്യൂർ വൈറ്റ് ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഒരു സ്റ്റെയിനും ഇല്ല, ബ്ലഡും ഇല്ല, ഒന്നുമില്ല. ബ്ലാക്കും ഇല്ല, വൈറ്റും ഇല്ല, പർപ്പിളും ഇല്ല, ഒന്നുമില്ല. ലൈൻസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ പ്യുവർ ഹോസ്റ്റ് ആണ്. Basta niente per allontanarci, basta niente per dimenticare tutte le grazie che hai fatto a ciascuno di noi. Basta poco. Signore Gesù, perdonaci perché non sempre riusciamo a guardarti, perché non sempre riusciamo a venire da te. Sant'Agostino diceva così: credi come se tutto dipendesse da Dio, fai come se tutto dipendesse da te. Il tuo volto ഒരു കുരിശ് അവിടെ കാണുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിഞ്ഞില്ല. അതാ ഇതുവരെ ആ കുരിശ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതാ കാണുന്നുണ്ടല്ലോ പ്രിയ മക്കളെ. ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈശോയെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിത്. ഡൊമിനിക്കച്ചൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, സൗണ്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്.
കേട്ടോണ്ടിരിക്കുകയാണ്. അഡ്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ തലശ്ശേരി എന്നുള്ള ഡയസിസ് എന്നുള്ള കൃപാഭിഷേകമാണ് ഇപ്പം ഞാൻ കണ്ടോണ്ടിരുന്നത്. അപ്പം പിന്നെ ഇതെനിക്ക് കരുണക്കൊന്തയുടെ മണിക്കൂറാണ്. അപ്പം അത് കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ധൃതി പിടിച്ച് നടക്കുന്നതായിരിക്കുന്നത്. പക്ഷെ ആ തിരുമണിക്കൂർ കഴിയാതെ എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ താല്പര്യമില്ല. അപ്പം അതാ കുരിശ് അവിടെ തനിയെ ഉണ്ടായിട്ടുണ്ട്. ഇത്ര നേരം നിങ്ങൾ കണ്ടിരുന്ന അതേ തിരുവോസ്തിയാണ്. തിരുരക്തവും ആ പർപ്പിൾ കളറും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് കാണാവുന്നതാണ്. ഈശോ എത്ര വലിയവനാണ് പ്രിയ മക്കളെ. അതേ കുരിശ് അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. കുരിശിന്റെ ആ വെർട്ടിക്കലായിട്ടുള്ള നമ്മൾ കാണുന്നില്ല. ഇത് കൈയുണ്ട് ഇവിടെ ഇങ്ങനെ. ഇതിനു മുൻപ് അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടിരുന്നു. നമുക്ക് എല്ലാം ഇപ്പം ദൈവത്തിന്റെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമല്ലല്ലോ. എന്തോരം കാണണമെന്നും കാണിക്കണമെന്നൊക്കെ ഉള്ളത്. യേശുവേ, വാട്ട് എ മാർവൽ. അത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈറ്റ്നിങ്ങും അതിനകത്ത് വന്നു. എൻ്റെ അമ്മേ യേശുവേ, how much I love you. Do you have any idea? And I know I have no idea also how much you love me, but I know that you love me. The depth of it, I do not know. I can't fathom it. But my dearest Jesus, my one and only love in this world and the world beyond, I love you so much. With every cell of my body, every cell of my heart, I love you, Lord. Only you can give me this consolation in this world. Only I can see this because I believe in your miracles. I do believe, Lord, in your miracle. I love you, Lord. I love you. I love you. ഞാനൊന്നും ചെയ്യുന്നല്ല കേട്ടോ. അത് അവർ തന്നെ ഇപ്പം ആ മാർക്കുകളെല്ലാം പോയിട്ടുണ്ട്. അത് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് വരാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതൊന്നുമില്ലെങ്കിലും എൻ്റെ ഈശോ മുഴുവനായിട്ടും ശരീരത്തോടുകൂടെ, ആത്മാവോടുകൂടെ, രക്തത്തോടുകൂടെ, മാംസത്തോടുകൂടെയും എല്ലാം ഇതിൽ എഴുന്നള്ളിയിരിക്കുന്നുണ്ട്. ഒന്നും കാണിക്കണമെന്നില്ല. ഇത് ഈശോ തന്നെയാണ് ഈ തിരുവോസ്തി. അതിലൊരു മാനിഫെസ്റ്റേഷനും നടത്തേണ്ട കാര്യമില്ല. ഇപ്പം ഈ ഡൊമിനിക്കച്ചൻ്റെ പ്രോഗ്രാം ഒന്നും ഞാൻ ലൈവ് കാണത്തേ ഇല്ല. ആദ്യമായിട്ടാണ് ഈ കൊച്ചിയിലെ ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമും അതുപോലെ തന്നെ ഇപ്പം ഇതും തലശ്ശേരി എന്നുള്ളതാണ് അത് കാണുന്നത്. കാരണം ഇപ്പം ഒരു പ്രിപ്പറേഷൻ എന്നുള്ള നിലയ്ക്കാണ്. അതായത് ലണ്ടൻ സീസണാണ്. കൂടുതൽ ആത്മീയമായിട്ട് നമുക്കൊന്ന് വേറുള്ള കാര്യങ്ങളിലും ടെലിവിഷനിലും ഷോർട്സിലും മറ്റു കോമഡിയിലൊന്നും എൻഗേജ് ചെയ്യാതെ നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ വേണ്ടി ഉള്ള ഒരു അറ്റംപ്റ്റ് മാത്രമാണ് ഇങ്ങനെ ഈ മെസ്സേജ് ഈ ലൈവ് പ്രോഗ്രാംസ് കാണുന്നത്. അല്ലാതെ വേറൊരു ഇൻറ്റൻഷനും എനിക്ക് അതിനകത്തില്ല. ഞാൻ ആരുടെയും ആളല്ല. ഞാൻ ഡൊമിനിക്കച്ചൻ്റെ ആളല്ല, വട്ടായിലച്ചൻ്റെ ആളല്ല. ഇവരെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു. കാരണം ക്രിസ്തുവിനെ ലോകത്തിന് നൽകുന്ന വ്യക്തികളാണ്, പുരോഹിതന്മാരാണ്. അതുകൊണ്ട് ഇത്രയും പ്രസംഗിക്കാത്തത് ഈ ഇരിക്കുന്ന അച്ഛനും 1 മണിക്കൂർ തിരുമണിക്കൂർ ആരാധന 3 മണിക്ക് നടത്തുന്നുണ്ട്. അദ്ദേഹവും ഘോഷങ്ങളും ഒന്നും നടത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മിൽട്ടൺ പറയുന്ന കണക്ക്, പോയറ്റ് മിൽട്ടൺ പറയുന്ന കണക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഓർഡർ എടുക്കുന്ന ആൾക്കാരും ദൈവത്തിൻ്റെ രാജ്യത്തിനായി ജോലി ചെയ്യുന്നു എന്നാണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള ആ പോയത്തിൽ അദ്ദേഹം എഴുതിയിരുന്നത്. അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ ഈശോയെ ആരാധിക്കാം. ഇങ്ങനെയൊക്കെ ഈശോ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വന്ന് നമുക്കായിട്ട് ഇവിടെ വരുന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. എന്തൊക്കെ കണ്ടു എന്തൊക്കെ കാണിച്ചില്ല എന്നുള്ളതല്ലല്ലോ. വിശ്വാസമാണ് ഏറ്റവും നമ്മളെ നയിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് വിശ്വാസത്തിലാണ്. അല്ലാതെ അതൊരു വസ്തുവല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഫീലിംഗ് ആണത്.